ഞാൻ എന്ത് ചെല്ലട്ടെ എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചതിന് കമൽ സാർ കുറെ നന്ദി ഉണ്ടാവാൻ. വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമ എന്റെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. ഭയങ്കര പാങ്ങുണ്ടാവേ സാറേ, കാണുമ്പോ എനിക്ക് എന്താന്ന് പറയാ ഭയങ്കര മജ്ജാന്നത് കാണുമ്പോ. എന്നെ എല്ലാരും കളിയാക്കി ഏറിൽ നിർത്തിയാണ് വേണ്ടത് വേണ്ടേ. അതിന് നമുക്ക് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും അതുപോലെ തന്നെ മറ്റു മറുഭാഷകളിലും ഒക്കെ നായികയായി ഒറ്റ ചിത്രം കൊണ്ട് കഴിഞ്ഞ വർഷം 2023 RDX എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികൾ നെഞ്ചോട് ചേർത്ത ആ നീലനിലാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയ്യെടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മഹിമ നിറഞ്ഞ കൈയ്യെടുത്തുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും കാത്തിരുന്ന ഹരിനാരായണനും അതുപോലെ ബിജുബാലും കമൽസാറും ചേർന്ന് നമുക്ക് സമ്മാനിക്കുന്ന ആ ഗാനം നമ്മൾ കാണാൻ പോവാണ്. എന്തായാലും നമുക്ക് ആദ്യം രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ സ്റ്റേജിൽ വിളിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും റെപ്യൂട്ടഡ് ആയ പേഴ്സണാലിറ്റീസ് ഇരിക്കുന്ന സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, എന്റെ മഹാഭാഗ്യം. താങ്ക് യു കമൽ സർ എന്നെ ഈ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തത്. മഹിമ, ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ ഇത്രയും അച്ചടി ഭാഷ സംസാരിക്കുന്ന ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ആ കാസർഗോഡ് ഭാഷ മതി. എന്നെ എല്ലാരും കളിയാക്കി ഏറിൽ നിർത്തിയാണ്. ഞങ്ങൾക്ക് ആ ഏറാണ് വേണ്ടത് വേണ്ടേ. ആ കാസർഗോഡ് ഭാഷ കേൾക്കണം, കയ്യടി കൊടുക്കുക, കേൾക്കട്ടെ. മഹിമ ആ കാസർഗോഡ് ഭാഷയിൽ ഇത് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെല്ലട്ടെ എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചതിന് കമൽ സാർ കുറെ നന്ദി ഉണ്ടാവാൻ. വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമ എന്റെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. ഭയങ്കര പാങ്ങുണ്ടാവേ സാറേ, കാണുമ്പോ എനിക്ക് എന്താന്ന് പറയാ ഭയങ്കര മജ്ജാന്നത് കാണുമ്പോ. സിനിമന്റെ പേര് കണക്കന്നെ സിനിമയും വന്നിട്ട് ഭയങ്കര വൈറലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറേ. പടത്തില് അഭിനയിച്ച എല്ലാവർക്കും എന്റെ ഒരുപാട് സ്വാസിക എനിക്ക് പേഴ്സണലായിട്ട് അറിഞ്ഞു. എനിക്ക് കുറെ നാളായിട്ട് അറിയോ സ്വാസിക, എന്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട്. ജോക്ക് നന്നായിട്ട് വരണമെന്ന് ഞാൻ വിഷാക്കുന്നവേ. ഷൈൻ ചേട്ടന്റെ കൂടെ ഞാനൊരു പടത്തിൽ അഭിനയിച്ചിന്. ഞങ്ങൾ കുറെ ദിവസം അഭിനയിച്ചിന് ആ പടത്തില്. ഷൈൻ ചേട്ടൻ കുറെ മേലെ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷാക്കുന്നവേ. പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് എല്ലാവരും അറിയില്ലല്ലോ, ഞാനിപ്പല്ലോ മലയാളത്തിൽ അഭിനയിക്കാൻ സ്റ്റാർട്ടാക്കിയത്. അതിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ വിഷാക്കുന്നത്. എനിക്ക് മഹിമയുടെ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് നമുക്കത് മനസ്സിലായി, പക്ഷെ ഇത് മനസ്സിലാവുന്ന വേറൊരാളോട് ഇരിപ്പുണ്ട്. ഉണ്ണിച്ചേട്ടൻ ഒരു കൈയടി കൊടുക്കുക, കറക്റ്റ് കാസർഗോഡ് ഭാഷ. അവർ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കണം കേൾക്കാം. പെട്ടെന്ന് ചുരുങ്ങിയ സമയം വേഗം കൊടുക്കുക. അതൊക്കെ കാസർഗോഡ് കാണിക്കാണ്. അഖിലേഷേട്ടൻ നല്ല പേര്. അഖിലേഷേട്ടൻ, അതെ അഖിലേഷേട്ടനാണ്. നമുക്ക് അടികൂടി പിന്നെ പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തൂരാണ്. എന്റെ അമ്മ ഉണ്ടല്ലോ, എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്റെ ചേച്ചി നിന്റെ ചേച്ചിയുടെ എന്റെ ചേച്ചി നമ്മള് ഇച്ചിരി സ്റ്റാൻഡേർഡായി പോയത് കുഴപ്പമില്ല. പെട്ടെന്ന് എറണാകുളംകാരനായ ഒരു സംശയം പെട്ടെന്ന് വിളിച്ചോണ്ട് അറിയാം. ഫേമസ് നടിയല്ലേ.